ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു പുഡിങ് റെസിപ്പി ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ കൊണ്ട് ഇങ്ങനെ പുഡിങ് ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. നമുക്ക് കോൺഫ്ലവർ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി മെയിൻലി 3 ഇൻഗ്രീഡിയൻസാണ് ആവശ്യമുള്ളത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ അതിന് 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ 1/2 കപ്പ് പഞ്ചസാരയും. ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ പഞ്ചസാരന് കോൺഫ്ലവറിൻ്റെ അളവ് ഡബിളാക്കിയാൽ മതി. ആദ്യം തന്നെ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. കാരണം അതിലത്തെ ലംസ് അല്ലെങ്കിൽ ആ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടി നല്ല ലൂസ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ലൂസായിട്ടിരിക്കണം. എന്നിട്ട് പിന്നെ ഈ 1/2 ലിറ്റർ പാലും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സും പിന്നെ പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കണം. ഇപ്പം ഞാൻ പറയുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ഒരു 1/2 ലിറ്റർ പാക്കറ്റ് പാലിൻ്റെ ഒരു അളവാണ്. പിന്നെ 1 ലിറ്ററാണ് നിങ്ങൾ പാലെടുക്കുന്നതെങ്കിൽ ഈ ഷുഗറിൻ്റെയും അതുപോലെ തന്നെ കോൺഫ്ലവറിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ ഡബിളാക്കി എടുക്കാം. ഞാൻ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഈ 3 ഐറ്റംസും കൂടി ആദ്യം തന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് വേണം ഗ്യാസ് സ്റ്റൗവിൽ വെക്കാൻ. എന്നാലേ കോൺഫ്ലവർ കുക്കായി കിട്ടുള്ളൂ. ആദ്യം തന്നെ എല്ലാം മിക്സ് ചെയ്ത് വെക്കണം. കോൺഫ്ലവർ പിന്നീട് ഇട്ടാൽ അത് കുക്ക് ചെയ്യില്ല. അപ്പോൾ കോൺഫ്ലവറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും വരാം. അതുകൊണ്ട് നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് പിന്നെ അത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായി തീ കൂട്ടി വെക്കുക. ഒന്ന് തിളയ്ക്കണ വരെ നന്നായി തീ കൂട്ടി വെക്കുക. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ, കുറഞ്ഞ തീയിൽ വെക്കുക. എന്നിട്ട് എപ്പോഴും ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടിയായി വരും. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു കട്ടിയാകുമ്പോൾ നിങ്ങൾ ഓഫാക്കുക. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് ഉള്ള കട്ടി ആവശ്യത്തിന് ഇപ്പോൾ ആയിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കുറുകിയ മിക്സ് ആ ചൂടോടെ തന്നെ നമുക്ക് ഈ പുഡിങ് ഏതിൻ്റെ ഷേപ്പാണ് നിങ്ങൾ കിട്ടാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് പകർത്തി വയ്ക്കാം. ഇനി നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ബൂസ്റ്റ് പൗഡറോ എന്തെങ്കിലും ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും ലെയർ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ജെല്ലി വെച്ചിട്ടോ അല്ലെങ്കിൽ ചൈന ഗ്രാസ് വെച്ചിട്ടോ ഒരു ലെയർ ഉണ്ടാക്കിയിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വേറെ ഒന്നുമില്ല, ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കോൺഫ്ലവർ വെച്ചിട്ട് പെട്ടെന്ന് ഇത് ഉണ്ടാക്കാം. അപ്പോൾ പാലിൻ്റെ ടേസ്റ്റ് മാറിക്കിട്ടും. ഒന്നില്ലെങ്കിൽ ഈ പുഡിങ് നിങ്ങൾക്ക് ഒന്ന് ചൂടാറിയിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാം. കാരണം ഈ ഒരു സമയത്ത് തണുപ്പുള്ളതൊക്കെ കഴിക്കാൻ ഭയങ്കര റിസ്ക്കാണല്ലോ, എപ്പോഴാണ് ചുമ പിടിക്കണമെന്ന് അറിയില്ല. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടായാലും കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൾ.